കാരണം ഇതിനകത്ത് മീൻ നിപ്പുണ്ടായിരിക്കും. ഞാനും മിക്കവാറും ജിഗ് മാറ്റുവാണ് കേട്ടോ. കാരണം ടോണിച്ചാണ് മീൻ അടിച്ചിട്ടുണ്ട്. സൈസുള്ള മീൻ പൊട്ടിയോ? ഇതെന്നാന്ന് ചോദിച്ചാൽ ഇതിനടിയിൽ നെയ്മീൻ നിപ്പുണ്ട്. ഇത് സൈസുള്ള മീനാ. ഡ്രാഗ് ഇച്ചിരി കൂടെ സ്വല്പം ഡ്രാഗിട്ടെ, സ്വല്പം. ഞാൻ ജിഗ് മാറ്റുവാണ് കേട്ടോ. കാരണം ജിഗ്ഗയിലാണ് അടി കിടക്കുന്നത് മൊത്തം. ആദ്യത്തെ മീനെ ടോണിച്ചാട്ടം കയറ്റുവാണ് കേട്ടോ. എന്നാ നമുക്ക് ഒരു പിടിയില്ല, സമയം എടുക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതല്ല ഒറ്റടിക്ക് മീനെങ്കിൽ മേലോട്ട് കയറി വരത്തില്ല, പയ്യെ കയറ്റാൻ പറ്റത്തുള്ളൂ. ഓവർ ബലം പിടിക്കുവാണെങ്കിൽ ബ്രൈഡും പൊട്ടിപ്പോകും. കാരണം അത് എത്ര ബ്രൈഡ് കിടക്കുന്നത്? അടിച്ചു മീനാണേക്കോ. അടിപൊളി ഗ്രൂപ്പർ, സൂപ്പർ ഗ്രൂപ്പർ, അടിപൊളി ഗ്രൂപ്പർ അല്ലേ ഇത്? അയ്യോ, അതിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ, മീൻ അടിച്ചിട്ടുണ്ട്. അതിന് വേറെ മീൻ അടിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്രൂപ്പർ കേട്ടോ, അടിപൊളി സാധനം, ജമ്പൻ ഗ്രൂപ്പർ. താങ്ക്സ് ചേട്ടാ. ടോണി ചേട്ടൻ അടിച്ച മീനിനെ ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ. അടിപൊളി ഗ്രൂപ്പറാണ് കേട്ടോ. നമ്മൾ ഇതുവരെ പിടിച്ചതിനകത്ത് ഈ ഒരു കളർ ഗ്രൂപ്പർ നമ്മൾ പിടിച്ചിട്ടില്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ടൊരു നല്ല ചുവപ്പ് കളറും ദേഹത്ത് നീലപ്പുള്ളിയും ഇവിടെ വരുമ്പോഴേക്കും ഒരു ബ്രൗൺ കളറും. ഇതാണ് നമ്മുടെ ഗ്രൂപ്പറിന്റെ ഒരു ഇതെന്ന് പറയുമ്പോഴേക്കും, ഈ ഒരു ഗ്രൂപ്പറിന്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴേക്കും. അതുപോലെ തന്നെ ഫിൻസ് ഒക്കെ കണ്ടോ, നല്ല ഒന്നാന്തരം ഫിൻസ് ആണ്. ഈ സാധനത്തിന് വായെന്ന് കാണിച്ചു ജോന്, വായിക്കത്തൊന്ന് ക്യാമറ ആയിട്ട് കാണിച്ചു കൊടുത്തണം. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ വാ. എന്നാ സൈസാന്ന് നോക്കിയേ. ഇതിന്റെ പല്ലുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പൂച്ചയുടെ പട്ടിയുടെ ഒക്കെ പല്ല് കൂട്ടാണ് ഇത് കണ്ടോ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പല്ലാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, മീൻ ഒന്ന് എടുത്തിട്ട് ഇതിന്റെ സൈസ് കാണിച്ചു തരാം. എത്ര കിലോ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 കിലോ പ്ലസ് ആണ് കേട്ടോ. ഒരു 13 കിലോ ഉണ്ടായിരിക്കും. വേണ്ടേ എന്നാ രസം നോക്കി. അപ്പൊ ഇതായിരിക്കും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷൻ. അതായത് നമ്മൾ ആദ്യമേ എണീറ്റിട്ട് വെറുമേറ്റിലൊരു മീൻ പിടിക്കുക. വെറുമേറ്റിലൊരു മീൻ പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരും. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ നമുക്ക് നല്ല കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബിസ്ക്കറ്റും ഉണ്ട്. നമ്മളെല്ലാവരും കാപ്പി കുടിക്കണം. ചേട്ടന്മാരും വെളിയിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ക്യാപ്റ്റന്മാരാണ് അവർ രണ്ടുപേരും. ചേട്ടന്മാർ അവിടെ നിന്ന് കാപ്പി കുടിക്കുന്നു, നമ്മളും കാപ്പി കുടിക്കുന്നു. കാപ്പി കുടിച്ച് നമ്മുടെ ഇവിടെ എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ട്രോൾ ചെയ്യും. ട്രോൾ ചെയ്യുന്ന അയക്കുറയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് കിങ് ഫിഷിന് വേണ്ടിയാണ് നമ്മൾ ട്രോൾ ചെയ്യുന്നത്. ഇന്ന് ആദ്യം അടിച്ച മീൻ തന്നെ പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മൾ ഇനിയിപ്പം പൊട്ടിച്ചുകൊണ്ട് പോയമാരെ ലാൻഡ് ചെയ്യാനുള്ള ഗിയേഴ്സ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചായ കുടിച്ചിട്ട് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ട്രോളിങ്ങിൽ ആദ്യത്തെ മീനാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഡീപ്പല മീനാണോ, ഉടക്കിയാണോ? മീന ചുമ്മാ കോപ്പിയാണ് നമുക്ക്. അടിപൊളി മീൻ ഡെപ്തിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് മീനാ നമുക്ക് ഒരു പിടിയില്ല. മീൻ അടുത്തെത്താൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അമ്മീനൊക്കെ ആണെങ്കിൽ ഇതേ ഗാഫ് എടുത്തിട്ടുണ്ട്. വറ്റ ഇത് നല്ല വെള്ളി കളർ കാണിക്കുമ്പോഴേക്കുന്നുണ്ടോ, നല്ല ജീറ്റിയാണേ. മീനിന്റെ പുറത്താണ്. അടിപൊളി ചാക്കോ, മാൻ ഓഫ് ദി മാച്ച് ആണ് കേട്ടോ. എത്രാമത്തെയാ? 12ാമത്തെ മീനാണ് കേട്ടോ. ഇന്നലത്തെ കൂടെ കൂടിയിട്ട് 12ാമത്തെ മീനാണ്. ചാക്കോടെ ഈ ട്രിപ്പിലെ പേഴ്സണൽ ബെസ്റ്റ് ആണ് കേട്ടോ. അല്ലെ, ഏറ്റവും സൈസുള്ള ഇപ്രാവശ്യം പിടിച്ചാല്. രാവിലെ പിടിച്ച് പൊട്ടിച്ചോണ്ട് പോയി. ഇവിടെ ലക്ഷദ്വീപിൽ പറയുന്നത് കുളുവൽ എന്നാണ് കേട്ടോ. കുളുവൽ എന്നാണ് പറയുന്നത്. ഒളിങ്ങാൻ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ടോണിച്ചാണ് അടിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോപ്പ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തോ മീനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിങ് ഫിഷ് അല്ല. കിങ് ആണെങ്കിൽ ഇതിനേക്കാളും ഓടേണ്ടതാണ്. ഇതൊന്നെങ്കിൽ ഗ്രൂപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്നാപ്പർ ആയിരിക്കാം. നമുക്ക് നോക്കാം കേട്ടോ. മീൻ അടുത്ത് വരുമ്പോഴേക്കും അറിയാം എന്നാണ്. നമുക്ക് ഇന്ന് പോപ്പിങ്ങിനുള്ള സ്കോപ്പ് നമ്മൾ ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. ടോണിച്ചാന്റെ മീൻ മാത്രം കയറിയാൽ മതി. അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ വെള്ളത്തേക്ക് ഇടാം കേട്ടോ. നമ്മൾ ഇവനെ അതുപോലെ ടോണിച്ചേട്ടാ ഇവനെ ഉണ്ടല്ലോ നമ്മൾ ലൈവായിട്ട് നമ്മൾ ലൈവ് ബൈറ്റ് ഇടാൻ വേണ്ടി പോവാണ്. ഹുക്കയിൽ പിടിക്കുന്നു. നല്ല അടിപൊളി സാധനം കേട്ടോ. കേട്ടോ നല്ല സുന്ദര മീനാണ്. അവന് നമ്മൾ ലൈവായിട്ട് അതിൻ്റെ ഇട്ടിട്ടുണ്ട്. പുള്ളി ജീവനോടെ കിടന്നോളും. അടുത്തന്നെ പിടിക്കാം. ആണോ? അടുത്ത് അടിച്ചിട്ടുണ്ട് ട്രോളിങ്ങില്. ടോണിച്ചാറിനാണ് അടിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഗ്രൂപ്പർ തന്നെയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ചുറ്റി സൈസ് ഉള്ളതാണ് കേട്ടോ. ഒരു ഗ്രൂപ്പർ തന്നെ നല്ല സുന്ദരൻ സാധനം. ഇവനെ ഞാൻ താഴെ വെക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവനെ ഇതുപോലെ തന്നെ നമുക്ക് ഇവനെ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈവ് ബൈറ്റ് ഇടാം. പുള്ളി ലൈവായിട്ട് കിടന്നോളും. ജോബിന് ആദ്യമായിട്ടാണ് ലൈഫിൽ ട്രോൾ ചെയ്യുന്നത്. ജോബിന് മീൻ പിടിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് വലിയ താഴ്ചയില്ല കേട്ടോ. ഈ ഒരു സൈഡിൽ അവിടെ മീൻ അടിച്ചു. അവിടെ മീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ മീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പോപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. മീൻ അല്ല മീനാ. ഉടക്കി മീൻ കല്ലിനട കയറി. അമ്മക്ക് ചാടുവാ. ഗ്രൂപ്പറാ. പോന്നു.
മീൻ പോകുന്നു കേട്ടോ. മീൻ പോകുന്നു. നമ്മൾ ഇതുവരെ പിടിക്കാത്ത, അതായത് ഈ ട്രിപ്പിൽ നമ്മൾ പിടിക്കാത്ത ഗ്രൂപ്പറാണ് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടില് കിട്ടുന്ന ടൈപ്പ് ഗ്രൂപ്പർ. എന്റെ ആദ്യത്തെ മീനാണ് കേട്ടോ ഇന്നത്തെ. ഞാൻ മീനെ കാണിച്ചു തരാം. ആഹാ, നല്ല സുന്ദര മീനാണ്. ഇവനൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ട്രിപ്പിൽ എന്റെ ആദ്യത്തെ മീനാണ്. നമുക്ക് ഇവനെ ജീവനോടെ കൊണ്ടുപോയി നമ്മളെ നമുക്ക് ഇവനോടെ അതിട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത് പിടിക്കാം കേട്ടോ. ഓ നൈസ്, സൂപ്പർ ഫൈറ്റ് ആണ് മീൻ. ചാക്കോ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കയറ്റാനായിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം അടുത്ത ആർക്കിലും അടിക്കുന്ന ആ ഗ്യാപ്പിലെ. ചാക്കോടെ മീൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ചാക്കോ ആണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് സെറ്റപ്പ് വെച്ച് ചെയ്തത്, അതുകൊണ്ടാണല്ലോ. ആടിപൊളി. സൂപ്പർ സൈസ് 12. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വറ്റയാണ്. എന്റെ കാലിവിടെ വെച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു വലിപ്പമുള്ള മീനാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും പോപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. ഫുള്ള് കല്ലാണ്. ഈ കല്ലിന്റെ സൈഡിൽ നല്ല മീൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഫുള്ള് പോപ്പ് ചെയ്യാം. അടുത്താരെ പിടിക്കുന്നു നോക്കാവേ. ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ പോപ്പ് ചെയ്യുവാണ്. എലഫിനാണോ? എലഫിനാ? ഇത് ഹ്യൂജ് ആട്ടോ. ഓ എന്നോ പോക്കത് പോയത്. മീൻ ഒരു രക്ഷയില്ല കേട്ടോ. മീൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഹോൾസുക്കാണ്. അടിപൊളി ചാക്കോ. സൂപ്പർ മൂന്നാമത്തെയാണ് കേട്ടോ. മൂന്നാമത്തെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കിങ് കയറി നിൽപ്പുണ്ട്. 3 പേരും ഒരേ ലൈനിൽ ഒരേ ലെങ്തിൽ ട്രോൾ ചെയ്യുവാണ്. മീൻ നന്നായിട്ട് കയറി നിൽപ്പുണ്ട്. ഇവിടെ അടിക്കുവാണെങ്കിൽ 3 പേർക്ക് ഒരുമിച്ച് അടിക്കും കേട്ടോ. ഇതിൽ എനിക്കിപ്പോ 3 സ്ട്രൈക്ക് കിട്ടി. പക്ഷെ മീൻ മുക്കായില്ല.